ഫദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിനോട് ചോദിക്കണം, ചോദിച്ചാലേ തരുള്ളൂ, വെറുതെ കേട്ട് അല്ലാഹു തരൂല. അല്ലാഹുവിനോട് ചോദിച്ചാലാണ് അല്ലാഹു തരുന്നത്, ചോദിക്കാതെ അല്ലാഹു തരൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചെയ്യുന്ന അമലുകളെല്ലാം നാളേക്ക് വേണ്ടിയുള്ള എടുത്തുവെക്കലാണ്, കളക്ഷനാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നാളേക്ക് വേണ്ടി അമൽ ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ. വൽആജിസു മൻ നത്ബഅ നഫ്സഹു ഹവാഹാ. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവനാണ് വിഡ്ഢി. സ്കൂളിലൊക്കെ പോയാൽ, കലാലയങ്ങളിൽ പോയാൽ, ക്യാമ്പസുകളിൽ പോയാൽ പ്രസന്റ് എങ്ങനെ ആസ്വദിക്കാമെന്നാണ് അവർ പറയാ, പഠിപ്പിച്ചു തരാ. നിന്റെ പ്രസന്റ് നീ എങ്ങനെയാണ് ആസ്വദിക്കുക, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാര്യം നീ ആസ്വദിക്ക്, നാളത്തെ കുറിച്ച് നീ ചിന്തിക്കേണ്ട. ആ ഒരു മോട്ടോയാണ് നമ്മുടെ കലാലയങ്ങളിൽ. ആ സന്തോഷങ്ങൾക്ക് തടസ്സമാകുന്ന മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിച്ചേക്ക്. ആ സന്തോഷത്തിന് വിഘാതമാകുന്ന ഉമ്മയോ ഉപ്പയോ നാട്ടുകാരോ സഹോദരങ്ങളുമായിട്ടോ നിനക്ക് ബന്ധം വേണ്ട എന്നൊരു മെസ്സേജാണ് പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്റെ ശരീരം അതെന്റെ ഇഷ്ടമാണെന്ന് പെൺകുട്ടികൾ പറയാൻ തുടങ്ങിയത്. എന്റെ വസ്ത്രം അതെന്റെ ചോയ്സാണ്, എന്റെ ശരീരം എന്റെ ചോയ്സാണ്, എന്റെ പാർട്ട്ണർ അതെന്റെ ചോയ്സാണ്, അങ്ങനെ പറയാൻ തുടങ്ങി. മാതാപിതാക്കളോട് മക്കൾ പറയാൻ തുടങ്ങി, ഞാനല്ലേ കല്യാണം കഴിക്കുന്നത്, അതെന്റെ ഇഷ്ടമല്ലേ, നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി നമ്മുടെ മക്കൾ. മൈ ചോയ്സ്. അപ്പൊ എന്റെ സന്തോഷത്തിന് വിഘാതമായി നിൽക്കുന്ന ആളുകളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ബന്ധം തകരുമ്പോഴാണ് അധാർമികതകൾ നമ്മുടെ നാട്ടിൽ വളരുന്നത്. ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെയാണ് നമ്മൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ഈ കുടുംബ ബന്ധമാണ് നമ്മുടെ നാട്ടിൽ നന്മ നിലനിൽക്കാനുള്ള കാരണം. നമ്മളെല്ലാവരും ഒരു പരിധിവരെ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു കുടുംബ ബന്ധം നമ്മൾക്കുണ്ട് എന്നതാണ്. ഉപ്പയുണ്ട്, ഉപ്പറിഞ്ഞാലോ ഉമ്മറിഞ്ഞാലോ, ഭാര്യ അറിഞ്ഞാലോ, ഭർത്താവ് അറിഞ്ഞാലോ, മക്കൾ അറിഞ്ഞാലോ, ഇതാ നമ്മുടെ തെറ്റിൽ നിന്ന് എപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അതൊരു ലോക്കാണ്. ഈ ലോക്ക് തകർക്കലാണ് ലിബറലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക് പൊട്ടിക്കാനാണ്. ഈ ലോക്ക് പൊട്ടിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ലോക്ക് നിങ്ങൾ പൊട്ടിക്കാൻ പാടില്ല. വതുഖത്തിഉ അർഹാമകും, ഈ ബന്ധത്തെ നിങ്ങൾ മുറിച്ചാൽ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഈ ലോക്ക് പൊട്ടിക്കുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ശാപം അവരിലുണ്ടാകുമെന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യൂറോപ്യൻ പാശ്ചാത്യൻ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള തോന്നിവാസങ്ങളും അനാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാത്തത്? ഒരു പരിധിവരെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന കാരണത്താലാണ്. എന്നാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു 100 വർഷം മുമ്പ് വരെ 95% ആളുകളും കല്യാണം കഴിയുന്നതിന് മുമ്പ് അവിഹിത ബന്ധമില്ലാത്തവരായിരുന്നു. ഒരു 100 വർഷം മുമ്പ് വരെ 95% ആളുകളും കല്യാണത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്ത ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് 95% ആളുകളും കല്യാണത്തിന് മുമ്പ് സെക്ഷുവൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന ആളുകളാണ്, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അതിൽ ചില ആളുകൾക്ക് കല്യാണം കഴിയുന്നു, അല്ലാത്തവർ ലിവിംഗ് ടുഗദറിലൂടെ അവരുടെ ബന്ധം അവസാനിക്കുന്നു. അങ്ങനെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്നത് പോലെ പിതാവില്ലാത്ത മക്കൾ അവിടെ ജനിക്കുന്നു. സ്വാഭാവികമായി പിതാവില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പിന്നെ ആരോടാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്? ഉപ്പയില്ലെങ്കിൽ പിന്നെ ആരോടാണ് നമ്മുടെ മക്കൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക?
എന്ത് തെറ്റു ചെയ്യാനാണ് നമ്മൾക്ക് മടിയുണ്ടാവുക? ചോദിക്കാൻ പിതാവില്ല. പള്ളിയിൽ വന്നാലും മദ്രസയിൽ വന്നാലും സ്കൂളിൽ വന്നാലും ക്യാമ്പസുകളിൽ വന്നാലും ചോദിക്കാൻ ആളില്ലെങ്കിൽ സ്വാഭാവികമായി ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറും. ഇന്ന് നമ്മുടെ മക്കൾ ഒരു 15 വയസ്സുവരെ പേടിച്ച് ജീവിക്കുന്നത് ഉപ്പ എന്നൊരു ബന്ധമുള്ളത് കൊണ്ടാണ്, ഉപ്പയെ പേടിയുള്ളത് കൊണ്ടാണ്. എപ്പോഴാണ് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നത്? ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ മക്കൾ തെറ്റുകാരാവാൻ തുടങ്ങുന്നത്. തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ കാലെടുത്ത് വെക്കുന്നത് ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ രഹസ്യമായി തെറ്റ് ചെയ്തേക്കാം, പരസ്യമായി ചെയ്യൂല. ഉപ്പ എന്നുള്ളൊരു ഭയം അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ ഇസ്ലാമിക ലോകത്ത് കല്യാണം കഴിക്കുമ്പോൾ തറവാട് നോക്കണം എന്ന് പറയുന്നത്. തറവാട് നോക്കണം, കുടുംബം നോക്കണം എന്ന് പറയുന്നത്. എപ്പോഴും കുടുംബം എന്നുള്ളതൊരു ലോക്കാണ് പ്രിയപ്പെട്ടവരെ. ത്വലാഖ് ചെല്ലാനാണെങ്കിൽ വരെ കല്യാണം കഴിഞ്ഞ് കുടുംബബന്ധം ഒരു നിലക്കും ഒത്തുപോകുന്നില്ലെങ്കിലും നല്ല കുടുംബക്കാരാണെങ്കിൽ ത്വലാഖ് ചെല്ലാതെ പരിഹരിക്കാനാണ് അവർ തീരുമാനിക്കുക. അറിഞ്ഞാ മോശമാണ്, വലിയ കുടുംബക്കാരാ, ഒരു ത്വലാഖ് ചെല്ലി എന്ന് പറഞ്ഞ നാട്ടിലൊരു മോശമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ ഒരു കുടുംബവുമില്ലാത്തവർ, കുടുംബത്തോടൊരു ബന്ധം പോലും ഇല്ലാത്തവർ, കുടുംബവുമായി അറ്റാച്ച്മെന്റ് ഇല്ലാത്ത, തീരെ തറവാടിത്തമില്ലാത്ത കുടുംബമാണെങ്കിൽ അവർക്ക് ത്വലാഖ് വിഷയമല്ല. അവര് പുഷ്പം പോലെ ത്വലാഖിന് തയ്യാറാവും. ഈ ത്വലാഖ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റിലുള്ള എമർജൻസി എക്സിറ്റ് പോലെയാണ്. ത്വലാഖ് എന്നുള്ളത് ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുക? ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അത് ഉപയോഗിക്കുക. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയാൽ എയർ ഹോസ്റ്റസ് നമ്മളോട് പറഞ്ഞുതരും. ഉദാഹരണം, വയസ്സായ, ബലഹീനരായ, ഡിസേബിൾഡ് ആയ ആളുകളൊക്കെ, ഹാൻഡിക്യാപ്ഡ് ആയ ആളുകളൊക്കെ ഈ എമർജൻസി എക്സിറ്റിന്റെ അടുത്ത് ഇരിക്കാൻ അവർ സമ്മതിക്കൂല. ഇന്നലെ എന്നോട് സീറ്റ് മാറാൻ പറഞ്ഞു. 4F, എന്റെ സീറ്റ് 4F ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് 2Fലേക്ക് മാറ്റുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, 4F എന്നുള്ളത് ബാക്ക് സീറ്റാണ്, 2F എന്നുള്ളത് എമർജൻസി എക്സിറ്റിന്റെ അടുത്തുള്ള സീറ്റാണ്. അവിടെ ഉള്ളത് വയസ്സായ ഒരു മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ എമർജൻസി ഡോർ തുറക്കാൻ അവർക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഫ്ലൈറ്റ് കയറിയ ഉടനെ ആദ്യം തരുന്ന നിർദ്ദേശം എന്താ? ഇവിടെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ടെർബുലൻസ് ഉണ്ടാകും, ഫ്ലൈറ്റിന് കുലുക്കമുണ്ടാവും, ഫ്ലൈറ്റിന് ചെറിയൊരു ചലനങ്ങൾ ഉണ്ടാകും, ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ഈ സമയത്തൊന്നും ഇത് തുറന്നേക്കരുതേ. ഫ്ലൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ പുക കണ്ടേക്കാം, തുറന്നേക്കരുത്. ഫ്ലൈറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ നിങ്ങൾ കണ്ടേക്കാം, തുറന്നേക്കരുത്. നിങ്ങൾ എപ്പോഴാ തുറക്കേണ്ടത്? പൈലറ്റിന്റെ ഓർഡർ വരും, വാക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് പൈലറ്റ് ഓർഡർ ചെയ്യും, അപ്പോഴല്ല നിങ്ങൾ തുറക്കരുത് എന്ന് പറയും. അഥവാ എന്ത് അപകടം സംഭവിച്ചാലും അവസാനത്തെ വഴിയാണ് എമർജൻസി എക്സിറ്റ് എന്നുള്ളത്, അപ്പോഴേ തുറക്കാൻ പാടുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ത്വലാഖ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, സൗന്ദര്യപ്പിണക്കമുണ്ടാകും. ആ സമയത്തൊക്കെ നേരെ ത്വലാഖിലേക്ക് പോകലല്ല, ഇതിനൊരുപാട് പരിഹാരമുണ്ട്. ആദ്യം 2 പേര് സംസാരിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിരുന്ന് സംസാരിച്ചു നോക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് നോക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ചർച്ചകൾക്ക് പോകുന്ന ആളുകളുമായിരിക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുമായി, ഉസ്താദുമാരുമായി സംസാരിക്കണം. ഒരു വഴിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അവസാനമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ത്വലാഖിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ത്വലാഖ് വ്യാപകമാകുമ്പോൾ ഉപ്പയില്ലാത്ത ഒരുപാട് മക്കൾ ഇവിടെ വർദ്ധിക്കും. ഉപ്പയില്ലാത്ത, പിതാവില്ലാത്ത മക്കൾ വർദ്ധിക്കും. സ്വാഭാവികമായി അവരിൽ നിന്നാണ് അക്രമവാസനയുണ്ടാവുക. ഉപ്പയുടെ സ്നേഹം കിട്ടാതെ വളർന്നവർ, എപ്പോഴും കുടുംബ ബന്ധത്തിൽ അടിപിടിയുമായി വളർന്നിട്ട് അവസാനം ഉപ്പ ഇട്ടേച്ചു പോയവർ, ഉമ്മ ഇട്ടേച്ചു പോയവർ, കുടുംബത്തിൽ ഒരു പിതാവിന്റെ സാന്നിധ്യം ലഭിക്കാത്തവർ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നവർ, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നവരാണ് അക്രമങ്ങളിലൂടെ ആളുകളെ ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധമാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി എന്ന് പറയുന്നത്. നല്ല കുടുംബ ബന്ധം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ നല്ല ബന്ധമുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നായി വരുന്നത്.
അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കോളേജുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും കിട്ടുന്ന മെസ്സേജാണ്, മാതാപിതാക്കളുമായുള്ള ബന്ധം നീ വിച്ഛേദിക്കണമെന്ന്. അവരവരുടെ സുഖത്തിന് വേണ്ടി, അവരവരുടെ സൗകര്യത്തിന് വേണ്ടി, അവരവരുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോ നീ ഉണ്ടായി എന്നല്ലാതെ നിനക്കെന്ത് ബന്ധമാണ് എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, അങ്ങനെ ചോദിച്ച് കുടുംബങ്ങളുമായി ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ശപിച്ച വിഭാഗമാണവർ. അവരുടെ കൂടെ നടക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവരിയ്ക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മാലാക്കമാര് പോലും കടന്നു വരൂല. അവർ ദുആ ചെയ്താൽ അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുക പോലുമില്ല. ആര്? കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്ന ആളുകള്, കുടുംബക്കാരുമായി ബന്ധം വിച്ഛേദിച്ചു നിൽക്കുന്ന ആളുകള്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകള്. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയില്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും കുടുംബ ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ കുടുംബവുമായി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളാക്കണം. അളാപ്പയെ പരിചയപ്പെടുത്തണം, മുത്താപ്പയെ പരിചയപ്പെടുത്തണം, കുഞ്ഞമ്മമാരെ, അമ്മായിമ്മമാരെ, കസിൻ ബ്രദേഴ്സിനെ ഇടയ്ക്കിടെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം, അവരുടെ വീട്ടിലേക്ക് മക്കളെ കൊണ്ടുപോകണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മക്കളെ ഒരുവിധം തെമ്മാടിത്തരങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയും. ഇതൊരു ലോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ നമ്മൾ പേടിച്ചില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പേടിക്കും. രഹസ്യമായ സമയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ പേടിച്ചു കൊള്ളണമെന്നില്ല. ആരും കാണാതെ, ആരും അറിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലം ആരും കാണൂല എന്നറിഞ്ഞാൽ തെറ്റു ചെയ്യാത്ത ആളുകൾ ആരാണ്? അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, യജഅലുഹുല്ലാഹു ഹബാഅം മൻഫൂറാ. അവരുടെ എല്ലാ നന്മകളെയും അല്ലാഹു തആല ധൂളികളാക്കി, പൊടിപടലങ്ങളാക്കി വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളുടെ മുമ്പിൽ മാന്യന്മാരാണ്, എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തോന്നിവാസങ്ങൾ ചെയ്യുന്നവര്, അവരുടെ എല്ലാ അമലുകളെയും അല്ലാഹു പൊടിപടലങ്ങളായി വലിച്ചെറിയുമെന്നാ പറഞ്ഞത്. അല്ലാഹു അവരുടെ അമലുകൾ സ്വീകരിക്കൂല എന്നാ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരസ്യവും നമ്മുടെ രഹസ്യവും ഒരുപോലെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ഒരു ബന്ധമാണ് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നന്മ നിലനിർത്താൻ കാരണമാവുക. ഈ ബന്ധം തകർന്നാലോ, ഭാര്യയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഇല്ലെങ്കിലോ, ഭർത്താവുമായിട്ടൊരു അറ്റാച്ച്മെന്റും ഭാര്യമാർക്ക് ഇല്ലെങ്കിലോ, മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കണ്ട എന്ന ഒരു തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടായാലോ, എന്നെ ആരും ശ്രദ്ധിക്കണ്ട, നല്ല ജീനും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി പുറത്തിറങ്ങാണ്, തലയൊന്നും മറക്കാതെ. ഉമ്മ ചോദിച്ചു, എങ്ങോട്ടടി? ഞാൻ പുറത്തു പോകണം. എന്താ എന്റെ ഡ്രസ്സ് നോക്കുമ്പോ, ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, എന്റെ പ്രൈവസി നിങ്ങൾ ഇടപെടണ്ട, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊരു പെണ്ണ് പറഞ്ഞാലോ, ഒരു പെണ്ണ് പറഞ്ഞാലോ, ഉമ്മ ഇടപെടാൻ കഴിയുമോ? ഉമ്മ ഇടപെടാൻ കഴിയുമോ? ഇവള് കാമുകന്മാരുടെ കൂടെ വന്ന് വീട്ടിലിറങ്ങാൻ, എന്താ അങ്ങനെ ഇറങ്ങുന്നെന്ന് ചോദിച്ചാൽ ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ ആരെടപെടാന്ന് ചോദിച്ചാൽ ഉമ്മമാർക്ക് മറുപടി ഉണ്ടോ? ഇവിടെയാണ് അധാർമികത വളരുക. ഈ ഒരു അധാർമികത വളർത്താനാണ് നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ക്ലാസ്സുകളൊക്കെ. ഇതുപോലെയുള്ള അധാർമികതകൾ വളർത്താനാണ്. ഹോമോസെക്ഷുവാലിറ്റി, LGBTQ ഇതൊക്കെ വളർത്തണം. സുവർഗരതി, സുവർഗ വിവാഹം ഇതൊക്കെ നടക്കണം. ഇതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ സ്കൂളിന്റെ സിലബസിൽ വരെ കുത്തിച്ചേർക്കാണ്. സ്കൂളിന്റെ സിലബസുകളിൽ വരെ ഇത്തരം ആശയങ്ങൾ കുത്തിച്ചേർക്കാൻ നമ്മൾ അറിയാതെ നമ്മുടെ മക്കളിൽ ഇൻജക്ട് ചെയ്യാൻ ഇതുപോലെയുള്ള ആശയങ്ങൾ. ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരല്പമെങ്കിലും കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയുള്ള ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധിമാൻ ആരാണ്? സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവൻ ബുദ്ധിമാനാണ്. തെറ്റ് ചെയ്യാൻ മനസ്സ് പറയുമ്പോ, അത് ചെയ്താൽ നാളെ പണി കിട്ടും,
അവനാണ് ബുദ്ധിമാൻ. അതല്ലാതെ എന്തു ചെയ്യാൻ പറഞ്ഞാലും ശരീരത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർക്കുന്നവൻ വിഡ്ഢിയാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ള ഫോട്ടോകള്, റീലുകള്, വീഡിയോകള്, നാളെ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ നമ്മൾക്ക് ഉപകാരമുള്ള വീഡിയോകളാണോ അതല്ല ഉപദ്രവമുള്ള വീഡിയോകളാണോ എന്ന് ആലോചിക്കണം. എന്റെ ശബ്ദം ശപിക്കുന്നവരിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും അക്കൗണ്ടുകളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നാളെ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഖബറിൽ ഉപദ്രവമാണോ, ഖബറിൽ നമ്മൾക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമാകുമോ എന്ന് ഓരോ ആളുകളും ആലോചിക്കണം. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി ലൈക്ക് കിട്ടാനും ഫോളോവേഴ്സ് ഉണ്ടാവാനും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവാനും വൈറലാവാനൊക്കെ വേണ്ടി അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതിന് വിപരീതമായി തലമറക്കാതെ, ശരീരത്തിന്റെ ഔറത്ത് മറക്കാതെ പാട്ടുപാടുന്നതോ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതോ ആയ വീഡിയോ ഒരു ചെറുപ്പക്കാരോ ഒരു ചെറുപ്പക്കാരിയോ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പൊതു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് എങ്ങാനും പെട്ടെന്നൊരു മരണം അവരെ, അല്ലാഹുവിന്റെ മരണം അവരെ മാടി വിളിക്കുകയാണെങ്കിൽ നാളെ ഖബറിൽ കിടക്കുമ്പോൾ അവളുടെ അക്കൗണ്ടിലുള്ള വീഡിയോകൾ എത്ര ആളുകളാ കാണുക? അവന്റെ അക്കൗണ്ടിലുള്ള ഹറാമായ വീഡിയോകൾ എത്ര ആളുകളാ കാണുക? മുൻകർ നകീർ കടന്നു വന്നിട്ട് മർറബ്ബുക വമാ ദീനുക, പ്രിയപ്പെട്ടവരെ എന്ന ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോ ഓരോ സമയത്തും നമ്മൾ ഉണ്ടാക്കി വെച്ച ഹറാമായ വീഡിയോ കാരണം ഓരോ ആളുകൾ ഹറാമ് കാണുമ്പോ അതിന്റെ ശിക്ഷ നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുമെന്നല്ലേ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്ത് ചെയ്യുമ്പോഴും എന്റെ ഖബറിൽ അത് ഉപകരിക്കുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ഇതുപോലെയുള്ള വാളിന്റെ താഴെ എത്രയോ സ്വതന്ത്ര ചിന്താഗതിക്കാർ കമന്റുകളുമായി കടന്നു വരും. ഒരുപാട് യുക്തിവാദികൾ കമന്റുമായി കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അത്തരം കമന്റുകൾക്ക് പുല്ലുവില കൽപ്പിക്കാനാണ് തീരുമാനം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ പറയുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, എന്ത് വീഡിയോകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഏത് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരൊറ്റൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത്. മരണം എന്നെ മാടി വിളിച്ചാൽ, മരണം എന്നെ പിടികൂടിയാൽ, എന്നെ പോലെ 18-കാരിയായ 20-കാരിയായ 22-കാരിയായ എത്ര ചെറുപ്പക്കാരികളാണ് ചെറിയ ചെറിയ അസുഖം വന്ന് മരിച്ചുപോയത്. അതേപോലെ ഞാനും മരിച്ചുപോയാൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ എന്റെ ഖബറിടത്തിലേക്ക് ഉപകരിക്കുമോ ഇല്ലേ എന്ന ചിന്തയാണ് എപ്പോഴും നമ്മെ അലട്ടേണ്ടത്. അതാണ് ആദ്യമായി ഞാൻ ഓതിവെച്ച ആയത്തിന്റെ അർത്ഥം. അങ്ങനെയാണ്, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ولتنظر نفس ما قدمت لغد واتقوا الله. ഓരോ ആളുകളും പ്രിയപ്പെട്ടവരെ ആലോചിച്ചോളൂ. ഓരോ ആളുകളും ഓരോ മനുഷ്യന്മാരും നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് എടുത്തു വെച്ചത് എന്ന് ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നാളേക്ക് വേണ്ടി എന്താ നമ്മൾ എടുത്തു വെച്ചത്? ഒരുപാട് നിസ്കാരം നമ്മുടെ കൈകളിലുണ്ടോ? നോമ്പുകളുണ്ടോ? ദിക്റുകളുണ്ടോ? ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ അയാൾ ദിക്റിലൂടെ ജീവിക്കണമെന്നാ പറഞ്ഞത്. എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്നാണ്. ലാ യസാലു ലിസാനുക റതുബൻ ബിദിക്രില്ലാഹ്. നമ്മുടെ നാവുകൾ ദിക്ർ ചൊല്ലി നനഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ ഉണരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഒരു ദിക്റുണ്ട്. അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോകുമ്പോ, തിരിച്ചു വരുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വീട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ദിക്ർ ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലാഹു നമ്മൾക്ക് സമാധാനം തരും. കല്യാണം കഴിഞ്ഞോ, ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ആരാണ് സമാധാനമുണ്ട് എന്ന് പറയുന്നവരാരാ? ആർക്കാണ് സമാധാനം
സമാധാനമുള്ളത് കല്യാണം കഴിഞ്ഞിട്ട്? പെണ്ണിനുമില്ല ആണിനുമില്ല സമാധാനം. എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് സമാധാനം കിട്ടാതെ പോകുന്നത്? വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ചപ്പോ ഏകാന്തനായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിന് എന്തോ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുകയാണ്, ഏകാന്തത ഫീൽ ചെയ്യുകയാണ്. ഏകാന്തതയുടെ ആ ഒരു വിഷമം കാരണം ആദം നബി അലൈഹിസ്സലാം വിഷമിച്ചിരിക്കുമ്പോഴാണ് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ വളരെ മനോഹരമായ രീതിയിൽ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വാരിയൽ എടുത്തുകൊണ്ട് അതിൽ നിന്ന് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ഉണ്ടാക്കുന്നത്, ജനിപ്പിക്കുന്നത്, സൃഷ്ടിക്കുന്നത്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ നിന്നുണരുമ്പോ ഒരു പെണ്ണിനെ കാണുന്നു തന്റെ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു മഹാനായ ആദം നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, മൻ അൻതി, നിങ്ങളാരാ? ഉറങ്ങുന്നത് വരെ ഇവിടെ ഒരാളില്ലല്ലോ, ഇപ്പൊ നിങ്ങൾ ആരാ? മൻ അൻതി, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇംറഅതു അനംറഅ, ഞാനൊരു പെണ്ണാണ്. ലിമ ഖുലിഖതി, എന്തിനാണ് അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം തരാനാണ് എന്നെ അല്ലാഹു സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം തരാനാണ്, നിങ്ങൾക്ക് സന്തോഷം തരാനാണ്, നിങ്ങളുടെ ഏകാന്തത മാറ്റി നിങ്ങൾക്ക് ഒരു ടൈം പാസ് നൽകാനാണ് അല്ലാഹു എന്നെ സൃഷ്ടിച്ചത് എന്ന് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഇണയെ അല്ലാഹു സൃഷ്ടിക്കുന്നത്, ഒരു പെണ്ണിനെ അല്ലാഹു സൃഷ്ടിക്കുന്നത് ആണിന് സമാധാനം നൽകാനാണ്. ഒരു ആണിനെ അല്ലാഹു സൃഷ്ടിക്കുന്നത് ഒരു പെണ്ണിന് സമാധാനം നൽകാനാണ്. രണ്ടുപേരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് അല്ലാഹു തആല കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ എത്ര പേരുടെ കല്യാണത്തിൽ സന്തോഷമുണ്ട്, എത്ര ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ട്, എത്ര ത്വലാഖുകൾ വർദ്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഡിവോഴ്സ് റേറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് കാരണം? സമാധാനം നഷ്ടപ്പെടുന്നു എന്നതാ കാരണം. എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാരും പെൺകുട്ടികളൊക്കെ മടിച്ചു നിൽക്കുന്നത്? 22 വയസ്സായാലും പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട, 28 വയസ്സായാലും ആൺകുട്ടികൾക്കും കല്യാണം വേണ്ട. എന്തുകൊണ്ട്? കല്യാണത്തോട് തന്നെ ആളുകൾക്ക് മടുപ്പ് തോന്നാനുള്ള കാരണം കല്യാണം കഴിഞ്ഞവരുടെ ദുരനുഭവങ്ങൾ കേൾക്കുമ്പോ കല്യാണം തന്നെ വേണ്ട എന്ന ചിന്തയിലാണ് പല ആളുകളും. ഇങ്ങനെ കല്യാണം കഴിക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു തആല നിങ്ങൾക്കൊരു ഇണയെ തന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് സമാധാനം കിട്ടാനാണ്. ലിതസ്കുനൂ ഇലൈഹാ, ആ പെണ്ണിന് നിങ്ങളിൽ നിന്ന് സമാധാനം കിട്ടണം, അതേപോലെ നിങ്ങൾക്കും പെണ്ണിൽ നിന്ന് സമാധാനം കിട്ടണം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല കല്യാണം കഴിക്കാൻ പറഞ്ഞത്. കല്യാണം എന്നുള്ളത് അല്ലാഹുവിന്റെ വിസ്മയങ്ങളിൽപ്പെട്ട ഒരു വിസ്മയമാണ്, അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. ഇത്രയൊക്കെ മനോഹരമായ രീതിയിൽ കല്യാണത്തെ പരിചയപ്പെടുത്തിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കല്യാണത്തിന്റെ അവസ്ഥ എന്താണ് കല്യാണം കഴിക്കുന്ന സമയത്ത് ഓരോ ഉപ്പമാരും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട്, ചെറുപ്പക്കാരനോട്, ഭർത്താവിനോട്, മരുമകനോട് പറയാറുള്ളത് എന്താണ്? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഞാൻ നിനക്ക് എന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു തരികയാണ്. ആരാ പറയുന്നത്? പിതാവ് പറയാണ്. പിതാവിന്റെ കത്തളങ്ങളിൽ വിഷമമുണ്ട്. 10-18 വർഷക്കാലം പോറ്റു വളർത്തിയ, തന്റെ കരളിന്റെ കഷ്ണം പോലെ പോറ്റു വളർത്തിയ തന്റെ പൊന്നാര മകളെ ഒരു പരിചയമില്ലാത്ത ചെറുപ്പക്കാരന്റെ കൂടെ പറഞ്ഞേക്കുമ്പോ ആ ചെറുപ്പക്കാരന് എങ്ങനെ എന്റെ പെണ്ണിനെ നോക്കുമെന്നറിയില്ല. എന്നിട്ട് പോലും തന്റെ സങ്കടങ്ങളും തന്റെ വിഷമങ്ങളും തന്റെ നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഭർത്താവിന്റെ മുഖം പോലും നോക്കാനുള്ള വിഷമം കൊണ്ട് താഴോട്ട് നോക്കിക്കൊണ്ടൊരു പിതാവ് തന്റെ മകളെ കൈമാറുന്ന രംഗമോർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് മോനെ ഞാൻ എന്റെ മകളെ നിനക്ക് നൽകുന്നത്. എന്താണ് അല്ലാഹുവിന്റെ കൽപ്പന? മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ, വളരെ മനോഹരമായ രീതിയിൽ, വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ നല്ല കുടുംബജീവിതം നയിക്കണം എന്റെ മകളുടെ കൂടെ. അതിന് നിനക്ക് കഴിവില്ലെങ്കിലോ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ,
നിനക്ക് കഴിയില്ല എങ്കിൽ മാന്യമായ രീതിയിൽ നീ ത്വലാഖ് ചെല്ലണം, മാന്യമായ രീതിയിൽ ഡിവോഴ്സ് ചെയ്യണം. കല്യാണം കഴിച്ച് ഭാര്യയെ പീഡിപ്പിക്കാൻ വേണ്ടി ത്വലാഖ് ചെല്ലാതെ വേറെ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. എന്തൊരു ക്രൂരതയാണത്! ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, ഭാര്യയെ തീരെ പരിഗണിക്കൂല, ഭാര്യയെ ത്വലാഖ് ചെല്ലുക പോലും ചെയ്യാതെ ഭാര്യയോടുള്ള വാശി കാരണത്താൽ, ഭാര്യയോടുള്ള വൈരാഗ്യം കാരണത്താൽ വേറൊരു കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ആളുകള്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അയാൾക്ക് ആദ്യത്തെ ഭാര്യയെ ത്വലാഖ് ചെല്ലിയാൽ ആ ഭാര്യയ്ക്ക് വേറൊരു കല്യാണം കഴിച്ചുകൂടെ? അങ്ങനെ കല്യാണം പോലും കഴിക്കാൻ അനുവദിക്കാതെ വളരെ ക്രൂരമായ മനസ്സിന്റെ ഉടമകൾ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. വളരെ മോശമാണത്. അല്ലാഹു തആല വെറുതെ വിടുമെന്നൊരാളും വിചാരിക്കേണ്ട. പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീര് കുടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വേറൊരു കുടുംബ ജീവിതം നയിക്കാൻ നീ തയ്യാറായാൽ ആ കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ ഒരു കാരണവശാലും നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. ആർക്കും കഴിയില്ല. എത്ര കാലം, കുറച്ചു കാലൊക്കെ നീ വൈരാഗ്യവും വാശിയും കൊണ്ടൊക്കെ മുന്നോട്ട് പോയി എന്ന് വരാം. അല്ലാഹു അത് തിരിച്ചു തരിക തന്നെ ചെയ്യും. ഒരാളുടെ കണ്ണുനീരിനും വിലയില്ലാതെ ഈ ഭൂമി ഒരു ദിവസം പോലും കഴിഞ്ഞു പോകൂല. ഒരാളുടെ കണ്ണുനീരിന് പോലും വിലയില്ലാതെ ഒരു ദിവസം പോലും ഈ ഭൂമി കഴിഞ്ഞു പോകൂല എന്ന് മനസ്സിലാക്കണം. അക്രമിയുടെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിഷമം അനുഭവിച്ച ആളുകള്, മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ആളുകള്, ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട ആളുകള്, പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തള്ളിക്കളയൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ നിരന്തരമായി നീ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്താൽ, അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ നിന്റെ ഭാവി ജീവിതം തന്നെ വലിയൊരു തടസ്സമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇത്തരം ആളുകളോട് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാളെയും മാനസികമായി പ്രയാസപ്പെടുത്താൻ നമ്മൾ തയ്യാറാവരുത്. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഔ തസ്രീഹിം ബിഇഹ്സാൻ. നിനക്കൊരാളെ പറ്റുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വളരെ മാന്യമായി ത്വലാഖ് ചെല്ലണമെന്നുള്ള ഉടമ്പടിയോടെയാണ് ഓരോ പിതാവും നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ചു തരുന്നത്. എന്നിട്ട് ആരാ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്? ആരാണ് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിള്ളലുണ്ടാകുന്നത്? വെറുതെയല്ല, നമ്മുടെ തുടക്കം തന്നെ മോശമാകുന്നത് കൊണ്ടാണ്. നമ്മുടെ തുടക്കം തന്നെ മോശമാകുന്നത് കൊണ്ടാണ്. ആർഭാടപൂർവമായ ഹറാമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ഷൈഇൻ ദീബാലിൻ ലം യുബദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. ആ നിക്കാഹിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാനുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് 3 പോയിന്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. 10 മിനിറ്റ് കൊണ്ട് അവിടെ 3 വിഷയമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സദസ്സാണത്. ചെറുപ്പക്കാരുണ്ട്, വയസ്സന്മാരുണ്ട്, കുട്ടികളുണ്ട്, കല്യാണ പ്രായമായവരുണ്ട്, ഉപ്പമാരുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് അവിടെ ഉദ്ധരിച്ചത്. ഏതൊക്കെയെന്നറിയോ? ഒന്നാമത്തേത്, വളരെ പെട്ടെന്ന് കല്യാണം കഴിക്കുക എന്നുള്ളത്. കല്യാണം കഴിയാതെ അലവലാദികളെ പോലെ അലഞ്ഞു തിരിയുന്ന ആളുകളായി നമ്മൾ മാറരുത്. 22 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ ബാച്ചലറായി ജീവിക്കുക എന്നുള്ളത് പിശാചിന്റെ കൂട്ടുകാരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവർ പിശാചിന്റെ കൂട്ടുകാരാണ്. 22 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ ബാച്ചലറായി നടക്കുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻത ഇദം മിൻ ഇഖ്വാനിശ് ശൈത്വാൻ. പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ട്, മഹർ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും കല്യാണം കഴിക്കാതെ അലവലാദികളായി അലഞ്ഞു തിരിഞ്ഞ് ബാച്ചുലറായി നടക്കുന്ന ഓരോ ആളുകളോടും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്ന മറുപടിയാണിത്. അൻത ഇദം മിൻ ഇഖ്വാനിശ് ശൈത്വാൻ. പിശാചിന്റെ ശത്രു, പിശാചിന്റെ സുഹൃത്തുക്കളാണ് നീ. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു തആല എന്തിനാണ് വേഗം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്?
എന്തിനാണ് അല്ലാഹു വേഗം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? യാ മഅശറശ് ശബാബ്, ഓ ചെറുപ്പക്കാരാ. എന്താണ് ചെറുപ്പക്കാരന്റെ പ്രായം എന്നു മുതലാ ആരംഭിക്കുന്നത്? 15 വയസ്സിന്റെ മുകളിലുള്ളവർ ചെറുപ്പക്കാരാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? 15 വയസ്സ് കഴിഞ്ഞാൽ 40 വയസ്സ് വരെ ചെറുപ്പക്കാരാണ്. അപ്പൊ 15 വയസ്സ് മുതലുള്ള ചെറുപ്പക്കാരെ അല്ലാഹു വിളിക്കുന്നുണ്ട് യാ മഅശറശ് ശബാബ്, ഓ ചെറുപ്പക്കാരാ. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, ചെലവ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, മഹർ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫല്ലതസവ്വജ്, ഉടനെ തന്നെ നിങ്ങൾ വിവാഹം ചെയ്യണം. കല്യാണം കഴിക്കാതെ വായ നോക്കി നടക്കരുത്. കല്യാണം കഴിക്കാതെ പ്രേമിച്ച് നടക്കരുത്. കല്യാണം നടക്കാതെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട് നടക്കരുത്. അങ്ങനെ നിങ്ങൾ വളരെ നേരത്തെ കല്യാണം കഴിച്ചാൽ ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി, നിങ്ങളുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന്, കണ്ണുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാ ഇത് പറയുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് അല്ലാഹു പറയാൻ പറഞ്ഞതല്ലാതെ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. നബി തങ്ങൾ നമ്മളോട് പറഞ്ഞത്, നബി തങ്ങൾ ഹദീസായി പറഞ്ഞത്, നബി തങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തത് എല്ലാം അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എല്ലാം വഹ്യാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവിൻ തുമ്പിലൂടെ കടന്നു വന്ന വാക്കുകളൊക്കെ വഹ്യാണ്. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. ആ ഹബീബാണ് പറയുന്നത് നിങ്ങൾ വളരെ നേരത്തെ കല്യാണം കഴിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ലിയഗുല്ല ബസ്വറ, നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ. കണ്ണുകളാണ് എപ്പോഴും നമ്മെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകളാണ്. നിങ്ങൾക്ക് കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെയോ യാ മഅശറശ് ശബാബ് മനിസ്തതഅ മിൻകുമുൽ ബാഅ ഫല്ലതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജി. ലൈംഗിക അവയവങ്ങളിലൂടെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അതൊരു കാരണമാകും. ഏത് ബന്ധമാണെങ്കിലും ഹറാമായ രീതിയിൽ നമ്മുടെ ലൈംഗിക അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് തടയാൻ നമ്മുടെ വിവാഹം നമ്മൾക്കൊരു സൂക്ഷ്മത നൽകുമെന്ന്, ഒരു ലോക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞില്ലേ ബന്ധങ്ങളൊക്കെ ഒരു ലോക്കാണ് എന്നുള്ളത്. കല്യാണം ഒരു ലോക്കാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണ്ണുകൾക്കുള്ള ലോക്കാണത്. പഴയതുപോലെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് വായ നോക്കിയാൽ നാട്ടുകാര് പറയാൻ തുടങ്ങും കല്യാണം കഴിഞ്ഞിട്ടും വായ നോക്കി നടക്കുകയാണോ എന്ന്. പഴയതുപോലെ പ്രേമിച്ചു നടന്നാൽ നാട്ടുകാര് പറയാൻ തുടങ്ങും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയില്ലേ, ഇപ്പോഴും നീ പ്രേമിച്ചു നടക്കുകയാണോ എന്ന്. ഇതൊരു ലോക്കാണ്. ആ ലോക്കാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ 22 വയസ്സാകുമ്പോ ചെറുപ്പക്കാരോട് കല്യാണം കഴിക്കാൻ പറയാനുള്ള കാരണം. എന്നാൽ കല്യാണം കഴിച്ചവരൊക്കെ കണ്ണുകളെ നിയന്ത്രിക്കുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. കല്യാണം കഴിച്ചവരൊക്കെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്ന അഭിപ്രായവുമില്ല. എന്നാൽ 75% ഒരാൾ നന്നാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 100% നന്നാവുന്നല്ല, ഒരു 75% നന്നാവാൻ കഴിയും. 75% നന്നാവും. കല്യാണം കഴിഞ്ഞില്ലെങ്കിലുള്ള ചെറുപ്പക്കാരനും കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനും രണ്ടാ. കല്യാണം കഴിയാത്ത ഒരാള് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു പെണ്ണിനെ കാണാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ തയ്യാറാകും. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകാൻ പ്രേമിച്ച പെണ്ണിനെ കാണാൻ. കല്യാണം കഴിഞ്ഞ ഒരാള് അങ്ങനെ റിസ്ക് ഒന്നും എടുക്കൂല. അതാണ് 75% നന്നാവും പറഞ്ഞു. കല്യാണം കഴിയാത്തൊരു ചെറുപ്പക്കാരൻ ചിലപ്പോൾ പുറത്തിറങ്ങുന്നത് തന്നെ വായ നോക്കാൻ വേണ്ടി ആയിരിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ വായ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങൂല, കണ്ടാ ചിലപ്പോൾ നോക്കിയത്. ആണ് 75% നന്നായി എന്ന് പറഞ്ഞത്. എന്നാൽ ബാക്കി ഒരു 25% ഉണ്ട്. അത് ഭാര്യയിലൂടെ ഭർത്താവിലൂടെ നന്നാവേണ്ടതാണ്. നല്ല കുടുംബ ജീവിതത്തിലൂടെ നന്നാവേണ്ടതാണ്. കല്യാണം കഴിഞ്ഞ് സന്തോഷം നൽകുന്ന ഭാര്യയാണെങ്കിൽ, സന്തോഷം നൽകുന്ന ഭർത്താവാണെങ്കിൽ, ആ ഭാര്യയെ കുറിച്ചല്ലാതെ വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ ഈ ഭർത്താവിന് കഴിയില്ല. ഈ ഭർത്താവിനെ കുറിച്ചല്ലാതെ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ ഈ ഭാര്യയ്ക്കും കഴിയില്ല. നല്ലൊരു കുടുംബ ജീവിതം നയിച്ചാൽ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, കുറ്റം പറച്ചിലുകളില്ലാതെ, സംശയരോഗമില്ലാതെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണമെന്നുള്ള ചിന്തയോടെ ഭാര്യ ജീവിച്ചാൽ ആ ഭർത്താവിന് ഒരിക്കലും ഭാര്യയെ ചതിക്കാനോ പറ്റിക്കാനോ കഴിയില്ല. ഭാര്യയെ ചതിക്കാൻ കഴിയില്ല.
ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണം എന്ന ചിന്തയോടൊരു പെണ്ണ് ജീവിച്ചാൽ, എന്നാൽ ഇന്നുള്ള ഭാര്യമാരൊക്കെ അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല. എങ്ങനെങ്കിലും ഭർത്താക്കന്മാരെ വെറുപ്പിക്കാന്ന് അവർ ചിന്തിക്കുന്നു. ഒരാവശ്യമില്ലാതെ ചൊറിഞ്ഞുകൊണ്ട് പോവാ എന്നുള്ളതല്ലാതെ ഭർത്താവിനെ എങ്ങനെങ്കിലും റിസ്ക് എടുത്തിട്ട് സന്തോഷിപ്പിക്കാന്നുള്ള ചിന്തയൊന്നും പല ആളുകൾക്കും ഇല്ല. എന്നാൽ തിരിച്ചു അങ്ങനെ തന്നെ. ആരും ആരെക്കാളും കേമെന്ന് പറയാനൊന്നുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ. സ്വഭാവം വളരെ മോശമാണ് നമ്മുടേതൊക്കെ സ്വഭാവം വളരെ മോശം തന്നെയാണ്. മഹാനായ ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വഹാബി വനിതയുടെ ചരിത്രം പഠിക്കണം. ഓരോ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ ഓരോ ഭാര്യമാരും ഉമ്മു സുലൈം എന്നവരുടെ ചരിത്രം പഠിക്കണം. എന്താ ഉമ്മു സുലൈം? അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഉമ്മു സുലൈമിന്റെ കാൽപെരുമാറ്റം സ്വർഗത്തിൽ കാണാനിടയായി, കേൾക്കാനിടയായി. ഒരു ചെരുപ്പടി ശബ്ദം കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു അതാരാണ് എന്ന്. അപ്പൊ മഹാന്മാരായ മലക്കുകൾ പറഞ്ഞത് ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണിന്റെ ചെരുപ്പടിയാണ്. എന്തേ അവര് സ്വർഗത്തിലെത്താൻ കാരണമെന്നറിയോ? ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന പെണ്ണായിരുന്നു. എന്ത് വിഷമമുണ്ടായാലും, ഭർത്താവിനോട് എത്ര മോശമായി പെരുമാറിയാലും, എന്റെ ജീവിതത്തിൽ ഭർത്താവിന് അനിഷ്ടകരമായ, ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം പോലും, ഒരു വാക്ക് പോലും ഞാൻ പറയൂല എന്ന് പ്രതിജ്ഞയെടുത്ത പെണ്ണാണ് ഉമ്മു സുലൈം എന്നവർ. അതുകൊണ്ട് തന്നെ അല്ലാഹു ആ പെണ്ണിന് സ്വർഗം നൽകി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ കാരണം എന്നറിയോ? വളരെ വിദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് വരുന്ന മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഒരു കുട്ടിയുണ്ട്. എന്നാൽ വളരെ വിദൂരത്ത് നിന്ന് മാസങ്ങളോളം ജോലിക്ക് വേണ്ടി പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവ് രാത്രി സമയത്താണ് വീട്ടിലേക്ക് കയറുന്നത്. സ്വാഭാവികമായി 2-3 മാസമൊക്കെ ഭാര്യയിൽ നിന്നകന്നു നിൽക്കുന്ന ഒരു ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണം, എന്നിട്ട് രാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹിക്കുക. എന്നാൽ ദൗർഭാഗ്യവശാൽ അന്ന് ആ വീട്ടിലൊരു മരണം നടന്നു പോയിട്ടുണ്ട്. ആ വീട്ടിൽ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ആ ദിവസമാണ് വളരെ വിദൂരമായ സ്ഥലത്ത് നിന്ന് തന്റെ ഭർത്താവ് യാത്ര ചെയ്തു വരുന്നത്. ഭർത്താവിനറിയില്ല കുഞ്ഞ് മരിച്ചത്. രാത്രി സമയം വീട്ടിലേക്ക് കയറി വന്നപ്പോ മഹദിയായ ഉമ്മു സുലൈം എന്നവരോട് ചോദിച്ചു, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന്. മഹദി പറഞ്ഞു, മുമ്പത്തേതിനേക്കാളും വളരെ സമാധാനത്തോടെ, വളരെ സന്തോഷത്തോടെ മക്കളൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. രാത്രിയായത് കാരണത്താൽ, നേരം വളരെ വൈകിയതിനാൽ അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുളിച്ച് വൃത്തിയായി ഭക്ഷണം കഴിച്ച് ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിട്ടതിന് ശേഷം ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു തആല നമ്മൾക്കൊരു കുഞ്ഞിനെ കടമായിട്ടല്ലേ അല്ലാഹു തന്നത്, വായ്പയായിട്ടല്ലേ അല്ലാഹു നമ്മൾക്ക് നമ്മുടെ മക്കളെ തന്നത്? അതേ എന്ന് പറഞ്ഞു മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ മഹദി ചോദിക്കുകയാണ്, അയൽവാസികൾ നമ്മൾക്കൊരു വസ്തു വായ്പ തന്നാൽ, കൈക്കോട്ടോ പിക്കാക്സോ വട്ടിയോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ അയൽവാസികൾ നമ്മൾക്ക് കടം തന്നാൽ അവരത് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടയോ? അപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. ഒരാൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ അക്രമിയാണ് എന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഈ വനിത പറയുന്നത്, എന്നാൽ അല്ലാഹു തആല നമ്മൾക്ക് തന്ന കുഞ്ഞിനെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ മറമാടിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞ് മരിച്ചാൽ ഏത് മാതാവിനാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ഉപ്പമാരൊരു പക്ഷേ പിടിച്ചു നിന്നു എന്ന് വരാം. ഉപ്പമാരൊരു പക്ഷേ കണ്ണുനീർ തുള്ളികൾ പുറത്തു കാണിക്കാതെ എല്ലാം മനസ്സിന്റെ കത്തളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വേദനകളെല്ലാം കടിച്ചമർത്തി ആരോടും അറിയിക്കാതെ, പരിഭവം പറയാതെ, പരാതി പറയാതെ എല്ലാ വിഷമങ്ങളിലും ഉള്ളിലൊതുക്കി പിടിച്ചു നിന്നേക്കാം. എന്നാൽ ഉമ്മമാരവരറിയാതെ പൊട്ടിത്തെറിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അവരുടെ കരച്ചിൽ അവർ നിർത്തൂല. അവരുടെ വിഷമങ്ങളും പരാതിയും പരിഭവങ്ങളും പറഞ്ഞ്, ആവലാദികളും വേവലാദികളും പറഞ്ഞ് വരുന്ന ആളുകളോടൊക്കെ വിഷമിച്ചിട്ട് തട്ടഹസിച്ച് കരയും നമ്മുടെ ഉമ്മമാർ. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? വളരെ വിദൂരത്ത് നിന്ന് വരുന്ന ഭർത്താവ് സ്വാഭാവികമായി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കൂലേ? അതുകൊണ്ട് തന്റെ മകൻ മരിച്ച എല്ലാ വിഷമവും കടിച്ചിറക്കിക്കൊണ്ട് ഒരു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം, വളരെ മനോഹരമായി മണിയറ ഒരുക്കുകയാണ്. എന്നിട്ട് ഭർത്താവിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടതിന് ശേഷം, അഥവാ വീട്ടിലേക്ക് വന്ന ഭർത്താവ് ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടി, വീട്ടിലേക്ക് വന്ന ഭർത്താവ് ആഗ്രഹിക്കുന്ന കിടപ്പറയും കിട്ടി. എന്നിട്ട് എല്ലാ സന്തോഷവും കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, നമ്മുടെ മകനെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയി
പോയിട്ടുണ്ട് എന്ന്. എന്തിനെന്നറിയോ? ഞാൻ എത്ര വിഷമിച്ചാലും, ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും എന്റെ ഭർത്താവിനൊരു വിഷമം ഉണ്ടാവരുത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് വീട്ടിലാരെങ്കിലും മരിക്കുന്നതെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് മനോഹരമായ മട്ടൻ ബിരിയാണി കഴിക്കാൻ നമ്മൾക്ക് കഴിയുമോ? ചിക്കൻ ബിരിയാണി കഴിക്കാൻ നമ്മൾക്ക് കഴിയുമോ? വീട്ടിൽ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കൾ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു, ആരെങ്കിലും ഒരാൾ നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ദിവസം മരിച്ചു പോയാൽ വിഷമം കൊണ്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയോ? കഴിയില്ലല്ലോ. എന്നാൽ ആ വിഷമം ഭർത്താവിനെ അറിയിക്കാതെ സന്തോഷത്തോടെ ഭക്ഷണം കഴിപ്പിച്ച ഭാര്യ, എന്നിട്ട് അതേ രാത്രി നമ്മുടെ മക്കളെ മരിച്ചുപോയ രാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകുമോ? നമ്മുടെ ഭാര്യ അതിന് തയ്യാറാകുമോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഭർത്താവിന്റെ കൂടെ കിടപ്പറയും പങ്കിട്ടിട്ട് ഉമ്മു സുലൈം പറയാണ് നമ്മുടെ മകൻ മരിച്ചുപോയി എന്ന്. ഇവിടെ നിന്ന് പഠിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എങ്ങനെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പെണ്ണാണെങ്കിൽ ഒരു ഭർത്താവും ആ പെണ്ണറിയാതെ കണ്ണുപോലും ഹറാമിലേക്ക് പോവില്ല. കണ്ണുപോലും ഞാൻ വേറൊരു പെണ്ണിനെ നോക്കുന്നത് പോലും എന്റെ ഭാര്യയെ വഞ്ചിക്കലാണെന്നൊരു തോന്നൽ ഒരു ഭർത്താവിനുണ്ടാകും. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു ഭാര്യയുണ്ടെങ്കിൽ, എന്നാൽ സ്വാഭാവികമായി സ്നേഹിക്കുന്നതിന് പകരം ഭർത്താവിനോടുള്ള പൊസസീവ്നെസ് കാരണത്താൽ, ഭർത്താവ് എന്റേതാണ് എന്ന തോന്നൽ കാരണത്താൽ ഭർത്താവിന് നിരന്തരമായി പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഒരുപക്ഷെ നല്ല ഭർത്താക്കന്മാർ വരെ പ്രതികാരം കൊണ്ട് ഹറാമ് കണ്ടേക്കാം, ഹറാമ് ചെയ്തേക്കാം, അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നേക്കാം. അതാ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിയലോടുകൂടി 75% ഒരാൾ നന്നാകുമെന്ന്. 25% മാറ്റമുണ്ടാവേണ്ടത് നല്ല കുടുംബ ജീവിതം നയിക്കലിലൂടെയാണ്.